ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛമ്മ വേദിക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കമ്മലൊക്കെ കൊടുക്കുകയാണ് വേദിക്ക്. അതിനുശേഷം അച്ഛമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വിക്രമിനെ കുറിച്ചും മാഷയെക്കുറിച്ചൊക്കെ. അപ്പോൾ രണ്ടുപേരെയും കൂടിയിട്ട് പഴയ രീതിയിലേക്ക് ആക്കണമെന്ന് വേദ പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അച്ഛനെയും മോനെ അടുപ്പിക്കാനായിട്ട് കുറച്ച് പൊടിക്കൈകളൊക്കെ എനിക്കറിയാം, അത് ഞാൻ പറഞ്ഞു തരാം, നീ അതേപടി അതുപോലെ തന്നെ അത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയം ശ്രീനിവാസനാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് അഭിലാഷം കൂട്ടിൽ അടിച്ചതൊക്കെ അറിയാണ്. അപ്പോൾ വിക്രമിനോട് പറയാണ്, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം എന്ന് പറയാണ്. എങ്ങനെയെങ്കിലും വിക്രമിനെ വീണ്ടും പഴയ ഇതിലേക്ക് ആക്കിയെടുക്കാനാണ് കേട്ടോ ശ്രീനിവാസൻ ശ്രമിക്കുന്നത്. അതായത് വേദ വിക്രമിനിപ്പോൾ ശരിക്കും മലയ്ക്ക് പോകാൻ മാലിട്ടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ നിന്നും മാറ്റി നിർത്തി തല്ലും വഴക്കിലേക്ക് തന്നെ വിടാൻ വേണ്ടിയിട്ട് ശ്രീനിവാസൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും വിക്രം മാലിട്ടുകൊണ്ട് ഒരു അടിക്ക് തയ്യാറാവുന്നില്ല. അപ്പോൾ ശ്രീനിവാസന് അതൊരു വിഷമമൊക്കെ ആവുന്നുണ്ട്. അതേപോലെ തന്നെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രീനി സാറ് പറഞ്ഞത് ഇങ്ങനെ തിരിച്ചടിക്കണം എന്നാണെന്നൊക്കെ പറയുമ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, അതിന് മാലിട്ടിരിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജോസഫ് പറയും, അതൊന്നും കാര്യമാക്കട്ടെന്ന് പറയുകയാണേ. പക്ഷേ വിക്രമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. കാരണം വേദ അത്രയും ആഗ്രഹിച്ച് മാലിടാനൊക്കെ പറഞ്ഞിട്ട് മാലിട്ടിരിക്കുകയാണ്. വിക്രമിന് നല്ല മാറ്റമുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നത് തിരിച്ചടിക്കാനാണ്. പക്ഷേ എന്തായാലും ഉറപ്പായിട്ടും വിക്രം തിരിച്ചടിക്കാനൊന്നും പോകൂല മാലിട്ടിരിക്കുമ്പോൾ. ഇത് ശ്രീനിവാസന് ശരിക്കും പറഞ്ഞാൽ അതൊരു അടി തന്നെയാവും കേട്ടോ. അപ്പോൾ ഇത്രയും പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.